ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുത്ത് SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വാസമായിരുന്നുവെന്നും തട്ടിപ്പറിയില്ലായിരുന്നുവെന്നും നടന്റെ മൊഴി. ജയറാമിനെ കേസിൽ സാക്ഷിയാക്കും. സംസ്ഥാന സർക്കാരിന്റെ RRTS പദ്ധതിയെ തള്ളി E. ശ്രീധരൻ. സർക്കാരിന്റേത് പ്രായോഗികതയില്ലാത്ത മണ്ടൻ പദ്ധതി. കേന്ദ്ര പദ്ധതിയെ ഇല്ലാതാക്കാനുള്ള നീക്കമെന്ന ആരോപണം. കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതി വീണ്ടും വിവാദത്തിൽ കുടുങ്ങുമോ? ഹൈക്കമാൻഡുമായുള്ള പിണക്കം അവസാനിപ്പിച്ച ശശി തരൂർ പാർട്ടി വേദികളിൽ സജീവമാകുന്നു. പരസ്പരം സ്തുതിച്ച് നേതാക്കൾ. കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്നും രാഹുൽ ഗാന്ധി ആത്മാർത്ഥതയുള്ള നേതാവെന്നും തരൂർ. ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും. UDFന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും. വികസന കാര്യങ്ങളിൽ സത്യമാണ്, ഞാൻ ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. തരൂർ കോൺഗ്രസിന്റെ അഭിമാനമെന്ന് VD സതീശൻ. സജീവമാണ്, മനസ്സിലായി. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജമാഅത്തെ ഇസ്ലാമി മുൻപ് CPMന് വോട്ട് ചെയ്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്, അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കോന്നു. ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. അതിന് വേണ്ടെന്ന് പറയേണ്ട കാര്യം CPM വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ളത് പരസ്യ കൂട്ടുകെട്ട്. തദ്ദേശ തോൽവിയിൽ നേതാവ് മാറേണ്ട സാഹചര്യമില്ലെന്നും MV ഗോവിന്ദൻ ന്യൂസ് 18നോട്. പമ്പ മാലിന്യമുക്ത പദ്ധതി പ്രഖ്യാപനത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ? കേന്ദ്രത്തിന്റെ നവാമി ഗംഗ മാതൃകയിൽ ക്ലീൻ പമ്പ പ്രഖ്യാപനം. 30 കോടി മുടക്കിയുള്ള പദ്ധതി പ്രഖ്യാപനം ശബരിമല വിവാദങ്ങൾക്കിടെ. ക്ഷേമ പെൻഷൻ വാങ്ങാൻ കന്യാസ്ത്രീകൾക്ക് ഇളവ് നൽകിയതിൽ അനാവശ്യ വിവാദമെന്ന് കത്തോലിക്ക സഭ. കന്യാസ്ത്രീകൾക്ക് മാത്രമായി സർക്കാർ ഇളവ് നൽകിയിട്ടില്ല. നേമത്ത് മത്സരിക്കാൻ താനില്ലെന്ന് VD സതീശൻ. V. ശിവൻകുട്ടിയുടെ വെല്ലുവിളി ഏറ്റെടുക്കാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലവാരം തനിക്കില്ലെന്ന് പരിഹാസം. യും BJPയും ചേർന്നാൽ കുന്നത്തുനാട്ടിൽ അട്ടിമറി ഉണ്ടാകുമോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിൽ പ്രതീക്ഷ വെച്ച് NDA സഖ്യം. 2020യുടെ പരമ്പരാഗത വോട്ടിലെ ചോർച്ചയിൽ കണ്ണുവെച്ച് LDFും UDFും. ആദ്യ തെരഞ്ഞെടുപ്പ് പോരിൽ വിജയ് വേളാച്ചേരിയിൽ നിന്ന് ജനവിധി തേടുമെന്ന് സൂചന. നഗര കേന്ദ്രീകൃത മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ടെക്കി യുവ വോട്ടുകൾ ലക്ഷ്യമിട്ട്. വേളാച്ചേരിൽ വിജയ സാധ്യതയെന്ന് TVKയുടെ സർവേ. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് കണ്ണൂരിലെ CPM വിമത നേതാവ് V. കുഞ്ഞികൃഷ്ണൻ. ജീവന് സംരക്ഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി. പിണറായി അടക്കമുള്ള നേതാക്കൾക്കെതിരെ ഗുരുതര പരാമർശവുമായി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷ റദ്ദാക്കണമെന്ന് പൾസർ സുനി. വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഒന്നാം പ്രതി. കാര്യവട്ടത്ത് നാളെ ഇന്ത്യ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് പോര്. 2020 പരമ്പരയിലെ അവസാന മത്സരത്തിൽ സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിക്കുമോ? വൈകിട്ട് പരിശീലനത്തിനായി ടീമുകൾ കളത്തിലിറങ്ങും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇന്ത്യൻ താരങ്ങൾ.
രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസ് സംരക്ഷണം വേണമെന്നുമാണ് ഹർജി. നേരത്തെ വീട്ടിലേക്ക് പ്രതിഷേധം നടന്നിരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടർ, കണ്ണൂർ SP, പ്രാദേശിക CPM നേതാക്കളെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയിട്ടുള്ളത്. രക്തസാക്ഷിയായ പയ്യന്നൂർ ധനരാജിന്റെ കുടുംബത്തിനായുള്ള ഫണ്ട് പിരിവിന്റെ പേരിൽ വലിയ തട്ടിപ്പ് TA മധുസൂദനൻ MLA നടത്തിയെന്നതായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ. കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്തെല്ലാം കാര്യങ്ങളാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്? മഞ്ജുഷ, നമുക്കറിയാം ഈ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ അത് വലിയൊരു വിവാദം തന്നെയായിരുന്നു, കോളിളക്കം തന്നെയായിരുന്നു സൃഷ്ടിച്ചത്. പാർട്ടിയിലടക്കം വലിയ ചർച്ചകൾ നടത്തുകയും പിന്നെ കുഞ്ഞികൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വരെ മുന്നിൽ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത്. സംഘടിതമായ ധനാപഹരണമാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നത്. ഈ പയ്യന്നൂർ MLA TK മധുസൂദനൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം മാധ്യമങ്ങളിലൂടെ ഈ കുഞ്ഞികൃഷ്ണൻ പുറത്തുവിട്ടത്. ഇത് വലിയ ചർച്ചയാകുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് സംരക്ഷണം വേണം എന്ന് പറയുന്നതിന്റെ കാരണം ജീവന് ഭീഷണിയുണ്ടെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. തന്റെ വീട്ടിലേക്കടക്കം വലിയൊരു പ്രതിഷേധം, പാർട്ടിയുടെ തന്നെ വലിയൊരു പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ട്, ഏത് സമയവും താൻ ആക്രമിക്കപ്പെടാമെന്ന ഭയത്തിലാണ് ജീവിക്കുന്നത്. അതിനാൽ പോലീസ് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതിൽ കണ്ണൂർ ജില്ലാ കളക്ടർ, കണ്ണൂർ SP, പ്രാദേശിക CPM നേതാക്കൾ എന്നിവരെല്ലാം എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും രക്തസാക്ഷിയായ പയ്യന്നൂർ ധനരാജിന്റെ കുടുംബത്തിൽ അടക്കം ഫണ്ട് പിരിവിൽ വലിയ തട്ടിപ്പ്, MLA അടക്കം വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. ഇതിൽ ഒരു പാർട്ടി യോഗം ചേരുകയും കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഒക്കെ കടക്കുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ ഹർജി ഫയൽ സ്വീകരിച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം ഉടനെ തന്നെ ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. CPMന്റെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ തെളിവ് സഹിതം പുറത്തുവിട്ടയാളാണ് വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തെ പുറത്താക്കുകയാണ് പാർട്ടി ചെയ്തത്. ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ട് എന്ന് കാട്ടിയാണ് കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. ശബരിമലയിൽ വെച്ച് തുടങ്ങിയ ബന്ധമാണെന്നും നിരവധി തവണ വീട്ടിൽ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നുമാണ് ജയറാമിന്റെ മൊഴി. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും നടൻ ജയറാമുമായി സൗഹൃദമുണ്ടായിരുന്നു, വളരെ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നതാണ്. ചില ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അന്ന് ജയറാം നടത്തിയ പ്രതികരണം പോറ്റിയുമായി ശബരിമലയിൽ വെച്ച് കണ്ടുള്ള സൗഹൃദമാണ്, അയാൾ ഇങ്ങനെയൊരു വലിയൊരു ഗൂഢാലോചനയിലോ കുറ്റകൃത്യത്തിലോ പങ്കെടുക്കുമെന്ന കാര്യം താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല എന്നാണ്. എന്തായാലും തുടരന്വേഷണത്തിൻ്റെ ഭാഗമായാണ് SIT ജയറാമിൻ്റെ വസതിയിലെത്തി ജയറാമിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ചോദ്യം ചെയ്യലിൻ്റെ സ്വഭാവത്തിൽ തന്നെയാണ് കാര്യങ്ങൾ ജയറാമിൽ നിന്ന് ചോദിച്ചറിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്ര നാളായി ബന്ധമുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ആ സൗഹൃദം തുടങ്ങിയത്, അതുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോഴൊക്കെ ജയറാമിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഈ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച ഈ സ്വർണം അത് അല്ലെങ്കിൽ ആ പാളികൾ അത് പൂജകളുടെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ച് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന പൂജകൾ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ജയറാമിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ തുടരന്വേഷണത്തിൽ ജയറാമിൻ്റെ ഭാഗത്തു നിന്നെടുത്ത മൊഴി കേന്ദ്രീകരിച്ച് വിശദമായൊരു അന്വേഷണം നടത്താനുള്ളൊരു നീക്കത്തിലേക്കായിരിക്കും SIT എത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ജയറാമിൽ നിന്ന് ഈ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും തുടർ നീക്കങ്ങളുടെ ഭാഗമായി ജയറാം നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം SIT നടത്തുമെന്നാണ് വിവരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡിൽ കഴിയുന്ന ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ജാമ്യാപേക്ഷ നൽകി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ജാമ്യ ഹർജി നൽകിയത്. ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞതോടെ സ്വാഭാവിക ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിരിക്കുന്നത്.
സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ പദ്ധതിയായ RRTS കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. സർക്കാരിന്റേത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും ശ്രീധരൻ പറഞ്ഞു. ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ച ഇ ശ്രീധരൻ സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്രം വഴി കാണുമെന്ന നിലപാടിലാണ്. ഹൈസ്പീഡ് റെയിൽ എന്ന ഇ ശ്രീധരന്റെ ആശയം തള്ളിക്കൊണ്ടാണ് ബജറ്റിൽ RRTSുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് RRTS പ്രായോഗികമല്ല എന്നാണ് ഇ ശ്രീധരന്റെ നിലപാട്. അത് ചെറിയ ദൂരത്തിൽ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ചേർത്തിണക്കാൻ അതിവേഗ റെയിൽ സംവിധാനമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, അതേപോലെ പരമാവധി ചെങ്ങന്നൂർ വരെയൊക്കെ RRTSന് സാധ്യതയുള്ളൂ. അതിനപ്പുറം ഇത് പ്രായോഗികമല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുക്കുന്നത് എന്നൊരു ചോദ്യവും ശ്രീധരൻ ഉന്നയിക്കുന്നുണ്ട്. താൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ പ്രൊജക്റ്റുമായിട്ട് അതിൻ്റെ സർവേ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. ആദ്യഘട്ടത്തിൽ അതിൻ്റെ നടപടികൾ എടുക്കും. 2-ാം തീയതി പൊന്നാനിയിൽ ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങും. 15-ാം തീയതി മുതൽ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ആവശ്യമുള്ളത്. മറ്റെല്ലാം കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം പറയുമ്പോൾ സംസ്ഥാന സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിനാണോ എന്ന ചോദ്യത്തിന് ആരായിരിക്കും ഇനി ഭരിക്കുക എന്ന് പറയാനാകില്ല എന്നൊരു മറുപടിയാണ് ഈ ശ്രീധരൻ പറയുന്നത്. ചുരുക്കത്തിൽ താൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ എന്ന ആശയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ശ്രീധരൻ്റെ തീരുമാനം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ ശ്രീധരൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ബജറ്റിലെ പ്രഖ്യാപനം കൂടി കണക്കിലെടുക്കുമ്പോൾ ചേർത്ത് വായിക്കേണ്ടത്. പക്ഷേ താഴെത്തട്ടിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രതിഷേധങ്ങൾ ഇല്ലാതെയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ കേന്ദ്രത്തിൻ്റെ സഹായവും തനിക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ വയ്ക്കുന്നു. 15-ാം തീയതി മുതൽ ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താകുമെന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷേ ശ്രീധരനുമായിട്ട് ആദ്യത്തെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് ഈ ഒരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ സഹകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുമായി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഈ ശ്രീധരൻ്റെ പദ്ധതി ആലോചന. പൊന്നാനിയിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നേമത്ത് മത്സരിക്കണമെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വെല്ലുവിളി ഏറ്റെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് വി ശിവൻകുട്ടിയുടെ നീക്കമെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി വലിയ ആളാണെന്നും അദ്ദേഹത്തിന്റെ നിലവാരവും സംസ്കാരവും തനിക്കില്ലെന്നും സതീശൻ പരിഹസിക്കുകയും ചെയ്തു. കുറേ ദിവസങ്ങളായി AKG സെന്ററിൽ നിന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തനിക്കെതിരെ പ്രചാരണം നടക്കുകയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിലും താനാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ്. അതിനിങ്ങനെ എന്നെ തൊട്ടിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പൊ ഇതിലൊന്നും ഞാൻ വീഴില്ല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം. എനിക്ക് അതിൽ തർക്കമില്ല. നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ്. തർക്കമില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് AKG സെന്ററിൽ നിന്ന് ഒരാളുടെ നേതൃത്വത്തിലും ഇപ്പൊ പറഞ്ഞ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാഫിന്റെ നേതൃത്വത്തിലും വ്യാപകമായിട്ട് എനിക്കെതിരെയുള്ള വ്യക്തിപരമായ പ്രചരണങ്ങൾ നടത്തിയാണ്. നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ച് MV ഗോവിന്ദൻ. അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ ഇങ്ങോട്ട് വോട്ട് നൽകിയതാണ്. വർഗീയവാദികളുടെ വോട്ട് എന്നൊന്നില്ലെന്നും ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി അനുകൂലിക്കുന്നതിനാലാണ് UDF വർഗീയവാദികൾക്കൊപ്പമാണെന്ന വിമർശനം ഉന്നയിക്കുന്നതെന്നും ന്യൂസ് 18 കേരളത്തിന് നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രചാരണം കോൺഗ്രസിനും UDFനുമെതിരെ CPM നടത്തുകയാണ്. എന്നാൽ UDFും കോൺഗ്രസുമാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. പറയേണ്ടതല്ലേ, അവരെ ചേർന്നിരിക്കല്ലേ. കോൺഗ്രസ് അല്ലേ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവിനെ ഒപ്പം ചേർത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയതയാണ് കോൺഗ്രസ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പറഞ്ഞതൊന്നുമല്ല നോക്കേണ്ടത്. കോൺഗ്രസിന്റെ ഒപ്പം ആരൊക്കെയാ? ലീഗ് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമിനെ കേരള കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി അല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രാധാന്യം, എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതല്ല എന്റെ രാഷ്ട്രീയ പ്രശ്നം.
അല്ല മുസ്ലിം ലീഗ് അവരെ എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? CPM ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം? അവർ എന്ത് പ്രാധാന്യമാണ് കേരളത്തിൽ എന്ത് പ്രാധാന്യം? എന്താ ഇത്ര വിഷമം? അല്ല, അവർക്ക് എന്ത് പ്രാധാന്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമല്ല, വളരെ കൂടിയ പ്രാധാന്യമാണ്. എന്താ കാരണം വെച്ചാൽ വർഗീയതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന വർഗീയത ഏറ്റവും ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ വക്താവാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂട്ടിയതാണ് VD സതീശൻ. വർഗീയത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുക 2000 മുമ്പ്. എന്നിട്ടും മാറ്റാൻ തയ്യാറില്ല. എന്നിട്ട് അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് ബാലൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് ചെയ്യുക. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ആ CPM-ന് തിരുത്തും. ആര് തിരുത്തി? ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും. അതുപോലെ തന്നെ ആരൊക്കെ വേണോ അവരെല്ലാം തിരുത്തും. അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായി. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ പറയേണ്ട കാര്യം വായിക്കണം. അല്ല, സജിച്ചേട്ടൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനേ സഹായിക്കും. എന്നിട്ട് UDF-ഉം കോൺഗ്രസും വർഗീയത പറയുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ നേതാക്കൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്ക് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആര് പറയുന്നതും ഒരു തരത്തിലും അത് അംഗീകരിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. CPIM-ന്റെ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കിയതാണ്. മറ്റാരെന്ത് പറഞ്ഞാലും അതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തെറ്റെടുക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ചേരും എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാടിനെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? പാർട്ടിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ചോർന്നു അപ്പൊ പറയുന്നില്ല? അങ്ങനെയാണ് ഞാൻ പഴയ കാര്യം പറയേണ്ടി വരും. പറഞ്ഞ ഏത് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്? അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കൊന്നു. ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ പരിഭ്രാന്തരാവുകയായിരുന്നു മറുപക്ഷം. വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി, അപ്പോൾ വർഗീയതയില്ല. അല്ലല്ല, UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് അതേയല്ല. നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ. ഇതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് എങ്ങനെ ഐക്യമുന്നണിയാകുക? ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ട് ആകാമെന്നാണോ? പക്ഷേ അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ, വർഗീയവാദിയാണ്. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന്. ആ വോട്ട് വരാൻ പറയണ്ടായിരുന്നു. അതെ, അത് UDF-ഉം പറഞ്ഞിട്ടില്ല, ലീഗും പറഞ്ഞിട്ടില്ല, ഞങ്ങളും പറഞ്ഞിട്ടില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM വേറെ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. CPM മതനിരപേക്ഷ മതനിരപേക്ഷക്കെതിരാ നിങ്ങളുടെ ഭാഷയിൽ അവരോ? അല്ല, അവര് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്നു. അവർക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന ജനാധിപത്യ പാർട്ടിയാവാം. അങ്ങനെയാ? അപ്പൊ CPM-നാകാമെന്ന് ഞങ്ങളാവില്ല. ഞങ്ങൾ കൂട്ടുപിടിച്ചില്ല, ഒരിക്കലും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു വർഗീയവാദികൾ അവര് വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന്. അല്ല, വോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത്, ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കും അറിയാൻ പറ്റുക? അവര് എടുത്ത നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനെ കൂട്ടി കൊടുക്കണ്ട. അവരെടുത്ത നിലപാട് ഒരേ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചില ആൾക്ക് അനുകൂലമായിട്ടും LDF-ലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ലീഗിലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ഇനി BJP-ക്ക് എനിക്കറിയില്ല, അവർക്കെല്ലാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിനെ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയില്ല. ഞങ്ങളെ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും അങ്ങനെ അവിടെ വാങ്ങിയിരിക്കുന്ന 45 കൊല്ലമായിട്ട് ഈ VD സതീശൻ പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇവിടെ മുന്നണിയാണ്. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ?
ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ലല്ല, അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി ശരിക്ക് വേഷമാണ്. ആ വേഷം ഉറ്റിക്കുന്നതിന്റെ അളവ് കുറവാണെന്നാണ് നിങ്ങളുടെ വാദം. അതായത് ഒരു തെളിനീരുള്ള ഈ കേരളത്തിൽ തെളിനീരാണ്, അതിന്റെ മേലെ ഇനി ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ഉറ്റിച്ചാൽ അത് വർഗീയതയല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഗുരുതരമായിട്ട്. അതിനെതിരായിട്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPIM ആണ്. അന്നും അതെ, ഇന്നും അതെ, നാളെയും അതെ. അത് ഞങ്ങൾക്കേ പറയാൻ സാധിക്കുള്ളൂ. VD സതീശന് പറയാൻ പറ്റുമോ? പിന്നെ ഞാനാണ് വർഗീയവാദത്തിനെതിരായിട്ട് ഏറ്റവും ശക്തനായ വക്താവ് എന്ന് ഞാൻ വേറെ പറയുന്നില്ല പദം. പക്ഷെ അവർ വർഗീയവാദം പറയുമ്പോൾ അവർക്കാവാം, ഞങ്ങൾക്കാകാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല അങ്ങനെ. അങ്ങനെ അവർ അവർക്കാവാം നമുക്കാവിക്കൂടാന്ന് പറയുന്നത് വലിയ കാര്യമുണ്ട്. അവരും പറയാൻ പാടില്ല. അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അല്ലല്ല, ഞങ്ങൾ അല്ലെങ്കിൽ നിർത്തും. തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ നയിക്കുമെന്ന് MV ഗോവിന്ദൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വലിയ തോൽവിയല്ല. നേതാവ് മാറേണ്ട ആവശ്യമില്ല. കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടുന്നു എന്ന പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആ കാലത്തുണ്ടായ ഈ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അയവിറക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ബാലൻ പറഞ്ഞത് തെറ്റില്ല. ഞാൻ പറഞ്ഞിട്ടില്ല, നേരത്തെ പറഞ്ഞില്ല ഇതിന് ഉത്തരം. ഈ ചരിത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അന്ന് ഇത് നമ്മൾ ഈ മുറിവ് ഉണക്കിയത് LDF ഉം UDF ഉം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ മാറാട് കലാപത്തിന്റെ മുറിവ് ഉണക്കുന്നതിൽ LDF ഉം UDF ഉം അന്ന് ഒരുമിച്ച് നിന്നിരുന്നു. അല്ല, എല്ലാ കാലത്തും UDF-നെ എതിർക്കുന്നതിന് മാറാട് കലാപം എല്ലാ കാലത്തിലേക്ക് ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിദ്വേഷം RSUമായിട്ടും BJP ആയിട്ടും സമാസമം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 41 ഡിവിഷനിലാണല്ലോ കോൺഗ്രസിന്റെ 1000 വോട്ട് കുറഞ്ഞു പോയത്. അവിടെയാണല്ലോ BJP ജയിച്ചത് 41 ഇവിടെയാണല്ലോ ഇവിടെ ഏറ്റവും പ്രധാന LDF-ന്റെ ഭരണക്കോട്ടത്തിനുള്ള വിലയിരുത്തലല്ലേ? ഒരു വിലയിരുത്തലല്ല. ഇവിടെ കോൺഗ്രസും BJP-യും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടി ചേർന്നിട്ടാണ് CPM-നെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇത്ര ആകെ 10 വോട്ട് തികച്ചില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും എന്താ ജമാഅത്തെ ഇസ്ലാമിന് പറയും ഇത്ര വലിയ എന്താ അതിന്റെ ആവശ്യം എന്താണ്? കാരണം ജമാഅത്തെ ഇസ്ലാമിയും CPM-നെയും LDF-നെയും തോൽപ്പിക്കാൻ പറ്റും. അതിനൊരു ആശയമുണ്ട്, വർഗീയതയുടെ ആശയം. ഈ വർഗീയതയുടെ ആശയത്തിന്റെ പിന്നിലാണ് ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ ആശയത്തിന് നല്ല സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണിപ്പോഴും അവരെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് സത്യം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല, പറയാൻ പാടുള്ളതല്ല. മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ശുദ്ധ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയതയുടെ ഭാഗമായിട്ട്. ആ ആശയം രൂപപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിന്റെ പിൻപറ്റിയാണ് ലീഗ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം VD സതീശനും കോൺഗ്രസും. അത് പറയുന്നതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടാവേണ്ട കാര്യം. ഈ CPM ആചാര്യന്മാർ ഒരിക്കലും ഈ മത രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, മതവുമായിട്ട് ബന്ധപ്പെടുത്തരുതെന്ന് പറയാറുള്ളതാണ്. പക്ഷേ CPM-ന്റെ നേതാക്കൾ താങ്കൾ ഉൾപ്പെടെ എപ്പോഴും ഈ മതകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മതകാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ജനം വിശ്വസിച്ചത് ജനങ്ങൾ നല്ലപോലെ വിശ്വസിക്കും. ഞങ്ങൾ പഠിപ്പിച്ച് നോക്കിക്കോളും. അത് പഠിക്കണ്ട. നിങ്ങൾ പഠിപ്പിച്ച് തിരിച്ച് ധാരണയുണ്ടല്ലോ, ആ ധാരണ ഞങ്ങൾ തിരിച്ചിക്കോളും. CPM-ന് ഇല്ലാത്ത സംഘടനാ സംവിധാനം മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ്? അത് മാധ്യമങ്ങൾക്ക് സംഘടനാ സംവിധാനമല്ല, ആശയ സംവിധാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഒരാശയം മനുഷ്യ മസ്തിഷ്കത്തിൽ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. ആശയം ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആശയമുണ്ടല്ലോ, ഈ ആശയത്തിന് കണ്ണിചേർക്കാൻ സാധിച്ചാൽ ആ കണ്ണിചേർക്കപ്പെട്ട ആശയം കേവലമായ ആശയമല്ല, അതൊരു ഭൗതിക ശക്തിയാണ്. ഒരു ഗണ്ണത്തിന്റെ കണക്കല്ല ഇത്. ഒരാശയം ഒരു ഭൗതിക ശക്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഈ പറയുന്ന CPM വിരുദ്ധത പിന്നെന്താ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ദശലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിക്കുകയും അതിന് കണ്ണിചേർക്കാൻ സാധിക്കുകയും ചെയ്താൽ അത് ഒരു ഭൗതിക ശക്തിയായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ് മാർസം. അങ്ങനെയാണെങ്കിൽ അത് ഗൃഹസന്ദർശനത്തിൽ മാറാൻ പോകുന്നില്ല. അതേപടി തന്നെ ആ ആശയത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. അത് ആശയത്തെ പ്രതിരോധിക്കുന്ന ആശയം ഉണ്ടല്ലോ. അത് ഈ ആശയം തന്നെ എതിരായിട്ടുള്ള ആശയം.
നിങ്ങൾ ഈ ആശയം തെറ്റാണ്, ഇത് വർഗീയവാദത്തിന്റെ നിലപാടുകളാണ്, വർഗീയ ആശയങ്ങളാണ്. ഈ ആശയത്തെ ഫലപ്രദമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ മറ്റൊരു പ്രചാരണം. അല്ല, തെറ്റായ ശരിയായ പറയാമല്ലോ. എന്ത് തെറ്റായി പോയത് എങ്ങനെയാ? ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ലീഗും ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാകുക? അതായിരിക്കും മുഖ്യ മുദ്രാവാക്യമല്ലേ? ഇപ്പോൾ അതായിരിക്കുന്നില്ല, അതുകൂടി വരും. അതായിരിക്കും ഒന്നും പറയണ്ട. ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ അവര് എന്റെയോ നിങ്ങളുടെയോ 2021 എങ്ങനെയാണ് തുടർഭരണം കിട്ടിയത്? 2016 മുതൽ 2021 വരെയുള്ള പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തിയിട്ടാണ്. 2021 മുതൽ 2026 വരെ ആ ഒരു വിലയിരുത്തൽ ജനങ്ങൾ എങ്ങനെയാണോ നടത്തുന്നത് അതിനനുസരിച്ചായിരിക്കും. അല്ലാതെ വർഗീയത അല്ലല്ലോ അതിനകത്ത്. അല്ല, വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതാ പ്രശ്നം. വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് ഈ ആശയം കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ശരിക്കും ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാവുന്ന സമയത്ത് ഇത്രയും വലിയ തോൽവിയാണ് നിങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾ കണ്ട ഒരു തോൽവിയുണ്ട്, അതിനപ്പുറത്ത് ഈ നേതൃത്വം തന്നെ മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ ഒരു ജനവിധിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ശരിയായ തീരുമാനം. ഒരു സംശയമില്ല, അതിലൊരു സംശയം വേണ്ട. നേതാവിനെയോ പാർട്ടിയോ ഒന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ജനം തിരസ്കരിച്ചു. നിങ്ങൾ തിരസ്കരിക്കാണ്ടിരുന്നാൽ മതി. നിങ്ങൾ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ശരിയായ മറുപടി പറയും. ഒരു തവണ അമിത ആത്മവിശ്വാസത്തിന് തിരിച്ചടി കിട്ടിയത് ഇത് ആ അമിത ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. അമിത ആത്മവിശ്വാസ പരാജയത്തിലേക്ക് അതാണ് പറഞ്ഞത്. അതാണ് ആ പരാജയമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. വിവാദ വിഷയങ്ങളിലടക്കം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നു പറച്ചിലുകളിൽ നടത്തുന്ന അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 9:30 സംപ്രേഷണം ചെയ്യും. ഹൈക്കമാൻഡുമായുള്ള പിണക്കം അവസാനിപ്പിച്ചതോടെ പാർട്ടി പരിപാടികളിൽ കൂടുതൽ സജീവമാകാൻ ശശി തരൂരിനെ പുകഴ്ത്തി സംസ്ഥാന നേതാക്കൾ രംഗത്ത് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ആത്മാർത്ഥതയുള്ള നേതാവാണെന്നും പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും ശശി തരൂരും പ്രതികരിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് പിണക്കം മാറ്റിയ ശശി തരൂർ ഇന്ന് KPCC ആസ്ഥാനത്ത് നടന്ന മഹാത്മാജി അനുസ്മരണത്തിലും പങ്കെടുത്തു. കോൺഗ്രസിന് വലിയ ആശ്വാസം നൽകുന്ന നടപടിയാണ് തരൂരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. തരൂർ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും വിശ്വപൌരനുമെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചത്. പ്രതിപക്ഷ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹം എല്ലാ 140 മണ്ഡലങ്ങളിലും എത്തി കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിൽ പങ്കെടുക്കുമെന്ന് ഉറപ്പും നൽകി. അല്ല, അദ്ദേഹം സജീവമാണല്ലോ. നേരത്തെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അദ്ദേഹം സജീവമാണ്. മനസ്സിലേ? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മുഖം കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളുണ്ടാവും. ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസിന്റെ അഭിമാനമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വിദേശ സർവീസിൽ നിന്ന് വന്ന ഒരാളാണ്. അദ്ദേഹം ഈ ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയൊരു സമൂഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ ഇടയിലേക്ക് അദ്ദേഹം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് പിന്തുണയുമായിട്ട്. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ശശി തരൂരിനെ മാധ്യമങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ചാപ്പ കൊത്തുന്നത്, തരൂർ പാർട്ടി മാറുമെന്ന ചാപ്പ കൊത്തുന്ന മാധ്യമങ്ങളെന്ന വിമർശനം മാധ്യമങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് തരൂരിനെ പാർട്ടിയോട് ചേർത്ത് നിർത്തുമെന്ന പ്രഖ്യാപനം KC വേണുഗോപാൽ നടത്തിയത്. വടക്കേ മലബാറിലൊരു പാട്ടുണ്ട്, കൊല്ലാതെ കൊണ്ടുവന്നത് നീയേ ചാപ്പ, ഇന്നെന്നെ കൊല്ലിച്ചത് നീയേ ചാപ്പ. അപ്പൊ മനസ്സിലായോ? ചാപ്പയല്ല, നിങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ നിങ്ങൾ മാധ്യമങ്ങൾ ഒരു ദിവസം പറയും ശശി തരൂർ CPM-നോട് ചർച്ച നടത്തി. ശശി തരൂർ നിഷേധിച്ചാൽ നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് നിങ്ങൾ പറയുന്നത് തരൂരിന്റെ പേര് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നുമില്ലാന്ന്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ വളരെ സജീവമായി ശക്തമായിട്ട് പാർട്ടി നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്തിന് തന്നോട് മാത്രം മാധ്യമങ്ങൾ ഇങ്ങനെ പെരുമാറുന്നു, എന്തിന് താൻ മാത്രം ഇങ്ങനെ പാർട്ടി വിട്ടു പോകുമെന്ന നിലപാട് ഇടയ്ക്കിടയ്ക്ക് മാധ്യമങ്ങൾ ആവർത്തിക്കുന്ന ചോദ്യമാണ് ശശി തരൂർ മുന്നോട്ട് വച്ചത്. എന്നാൽ കൊച്ചിയിൽ നടന്ന പരിപാടിയിൽ അപമാനിച്ചില്ലേ എന്ന ചോദ്യത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റേത് ആ ഒരു നീരസം മറച്ചുവെക്കാതെയായിരുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തരൂർ ആ വിഷയത്തിൽ തന്റെ നീരസം വ്യക്തമാക്കുന്ന ഒരു പ്രതികരണം നടത്തിയത്. ഞാൻ എവിടേക്കും പോകില്ല, ഞാൻ കോൺഗ്രസ് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി കാണും, UDF-ന്റെ വിജയത്തിന് വേണ്ടി ഇറങ്ങും. വികസന കാര്യങ്ങളിൽ സത്യമാണ്, ഞാൻ ചില നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്.
എന്റെ അഭിപ്രായത്തിൽ അതിന്റെ ഒപ്പം എന്റെ കുറ്റം പറയുന്നതോ ആക്ഷേപം ചെയ്യണതോ അതിന് കുറച്ചുകൂടി വിലയുണ്ടാവും. കാരണം ആൾക്കാർക്ക് അറിയാം ഞാൻ എല്ലാത്തിനും എപ്പോഴും കുറ്റം പറയുന്ന ആളല്ല. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ ഒരു വിധത്തിലും ഏത് വിധത്തിലും അദ്ദേഹത്തിനെതിരെ പറയുന്ന ഒരു കാര്യത്തിനും ഞാൻ അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങൾ നേതാവാണെന്ന് മാത്രമല്ല ആത്മാർത്ഥമായി നിൽക്കുന്നുണ്ട്. ഏതായാലും CPI-യുമായി ശശി തരൂർ അടുക്കുന്നുവെന്ന വാർത്തകൾ കോൺഗ്രസിന് വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അതെല്ലാം മറികടന്നുകൊണ്ട് തരൂരിനെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ മുഖമാക്കി മാറ്റാനാകും കോൺഗ്രസ് ശ്രമിക്കുക. പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം ശശി തരൂരിന്റെ സാന്നിധ്യമുണ്ടാകും. പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചില നിലപാടുകളിൽ തനിക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അത് മാത്രമാണ്, അത് പലപ്പോഴും അന്താരാഷ്ട്ര വിഷയങ്ങളിലാണ് അത്തരം നിലപാടുകൾ വരാറുള്ളത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുമായും കോൺഗ്രസിന്റെ നയങ്ങളുമായോ ഒരു ഘട്ടത്തിലും താൻ മറ്റൊരു നിലപാട് എടുത്തില്ല എന്ന വിശദീകരണമാണ് തരൂർ ഇന്ന് നടത്തിയത്. കോഴിക്കോട് എലത്തൂർ മാളിക്കടവിൽ യുവതിയെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രതി വൈശാഖനും ഭാര്യയും യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. കൊലപാതകം നടത്തിയ ഐഡിയൽ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൽ വൈശാഖനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതിയെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ കിട്ടാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷയും നൽകി. മാളിക്കടവിലെ യുവതിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി വൈശാഖനെ ഇന്നലെയാണ് കോടതി 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തുടർന്ന് ഇന്നലെ തന്നെ പോലീസിന് പ്രതിയെ ലഭിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ ഈ കൃത്യം നടന്ന ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. വൈശാഖിന്റെ ഉടമസ്ഥയിലുള്ള വർക്ക്ഷോപ്പാണ്. ഇവിടേക്കാണ് പ്രതി മരിക്കാനെന്ന് പറഞ്ഞ്, അതായത് രണ്ടുപേർക്കും ചേർന്ന് ആത്മഹത്യ ചെയ്യാനെന്ന് പറഞ്ഞ് ഈ യുവതിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ആത്മഹത്യ ചെയ്യാനായി കുടുക്കുകൾ കുരുക്കി നിന്ന ശേഷം പിന്നീട് താഴെ ഇറങ്ങി ഇയാൾ മറ്റ് സ്റ്റൂള് തട്ടിക്കളഞ്ഞു, അതായത് യുവതി നിന്ന സ്റ്റൂൾ തട്ടിക്കളയുകയും ചെയ്തു. എന്തായാലും ഈ കൃത്യങ്ങളൊക്കെ നടത്തിയ കാര്യം പോലീസിനോട് ഇന്ന് തെളിവെടുപ്പിൽ പ്രതി കൃത്യമായി വിശദീകരിക്കുന്നുണ്ടായിരുന്നു. താൻ ആണ് ഈ കൊലപാതകം നടത്തിയത്, പക്ഷേ ഒരു തരത്തിലുള്ള കുറ്റബോധം തനിക്ക് ഇല്ല എന്നും മാധ്യമങ്ങളോടടക്കം പറയുകയും ചെയ്തു. വർക്ക്ഷോപ്പിനുള്ളിൽ എത്തിയതും അകത്ത് നടന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ വിശദീകരണമാണ് പ്രതി നൽകിയത്. നിരവധി നാട്ടുകാരാണ് ക്രൂരമായ കൊലപാതകം നടത്തിയ വൈശാഖനെ കാണാനായി അയാളുടെ തെളിവെടുപ്പ് സമയത്ത് അവിടെ എത്തിയത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്നും പല രീതിയിലുള്ള വാക്കുകൾ ഉണ്ടായെങ്കിലും പക്ഷേ വലിയ രീതിയിലുള്ളൊരു പ്രകോപനം പോലീസ് പ്രതീക്ഷിച്ച പോലെ നാട്ടുകാരിൽ നിന്നും ഉണ്ടായില്ല എന്നതാണ് വസ്തുത. വർക്ക്ഷോപ്പിലെ തെളിവെടുപ്പിന് ശേഷം പിന്നീട് ഗുളിക വാങ്ങി, അതായത് വർക്ക്ഷോപ്പിൽ എത്തിച്ച ശേഷം ആത്മഹത്യ ചെയ്യണമെന്ന് അറിയിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ ഉറക്കുഗുളികൾ നൽകി ഒരു അർത്ഥബോധാവസ്ഥയിലേക്ക് പ്രതി യുവതിയെ എത്തിച്ചിരുന്നു. അതിനുശേഷമാണ് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയ്ക്ക് വശഗതമാക്കിയത്. അത്തരത്തിൽ ഗുളിക വാങ്ങിയ കടയിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ 24-നാണ് മാളിക്കടവിലെ വർക്ക്ഷോപ്പിൽ യുവതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്യാനായി വിളിച്ചു വരുത്തിയ ശേഷം ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കൊല ചെയ്ത ശേഷം ഭാര്യയെ ഇക്കാര്യം വൈശാഖൻ അറിയിച്ചു. ഭാര്യ എത്തി പിന്നീട് കാറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച ശേഷം മരണമൊക്കെ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് ഈ വർക്ക്ഷോപ്പിലെത്തി തെളിവുകൾ നശിപ്പിക്കുക എന്നതായിരുന്നു പ്രതി ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ആശുപത്രിയിൽ നിന്നും പോലീസിൽ ഇക്കാര്യം അറിയുകയും പോലീസ് സ്ഥലത്തെത്തി ഈ വർക്ക്ഷോപ്പ് സീൽ ചെയ്യുകയും ചെയ്തു. ഈ പ്രതിയുടെ ഇടപെടലുകളിൽ ചില സംശയങ്ങളുണ്ടെന്ന് നാട്ടുകാരടക്കം പോലീസിന് മൊഴി നൽകുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വളരെ വിശദമായ പരിശോധന നടത്തുകയും ഈ പ്രതിയെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ ഒരു അരുംകൊലയുടെ ചുരുൾ അഴിഞ്ഞത്. വർക്ക്ഷോപ്പിലേക്ക് ഈ യുവതി എത്തുന്നതും ഇരുവരുമായുള്ള സംഭാഷണങ്ങൾ, ഒപ്പം ഈ മരണത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്രൂരമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക ദൃശ്യങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. ഈ കൃത്യത്തിന് ശേഷം ഭാര്യയുമായി പ്രതി ഈ യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം ലഭിച്ചിരുന്നു. ഏതാണ്ട് 10 വർഷത്തിലധികമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈ യുവതിയുമായി ഈ വൈശാഖൻ. 16 വയസ്സ് മുതൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. യുവതിയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് അടക്കം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ യുവതിയുമായി ബന്ധം പുലർന്നതിനിടയിൽ തന്നെ മറ്റു ചില സ്ത്രീകളുമായി
യുവാക്കളുമായി കൂടി വിവാഹിതൻ കൂടിയായ പ്രതി ബന്ധം പുലർത്തിയതായി യുവതിക്ക് മനസ്സിലായിരുന്നു. ഇതേ തുടർന്ന് ഈ വൈശാഖന്റെ ഭാര്യയോടടക്കം ഇക്കാര്യങ്ങൾ പറയുമെന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതിയെ ഒഴിവാക്കാനായി തീരുമാനിച്ചത്. കുറച്ച് നാളുകളായി യുവതിയുമായി അകന്നു നിൽക്കുകയായിരുന്ന വൈശാഖൻ വീണ്ടും അടുപ്പം ഭാവിക്കുകയും ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നിച്ച് മരണം തിരഞ്ഞെടുക്കാമെന്ന് പറയുകയും അങ്ങനെ മരിക്കാനായാണ് യുവതിയെ ഈ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തത്. ഇതിനുശേഷമാണ് ക്രൂരമായ കൊലപാതകം നടന്നത്. ഈ കയറിൽ തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലും ലൈംഗികമായി ദുരുപയോഗം ചെയ്യാൻ പ്രതി ശ്രമിച്ചുവെന്നാണ് പോലീസ് പറയുന്നത്. അതിനുശേഷം കെട്ടഴിച്ച് താഴെ ഇട്ടിട്ടും ലൈംഗിക വൈകൃതം പ്രതി മൃതദേഹത്തിന് മേൽ പോലും പ്രകടമാക്കിയെന്നും പറയുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സമർത്ഥമായ അന്വേഷണങ്ങളാണ് പ്രതിയിലേക്ക് എത്താൻ സഹായകരമായത്. പത്തനംതിട്ട വകയാറിൽ ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് ഭർത്താവ് വീടിന് തീയിട്ടു. വകയാർ കൊല്ലപ്പടി സ്വദേശി സിജുവാണ് പുലർച്ചെ 1 മണിയോടെ വീടിന് തീയിട്ടത്. പൊള്ളലേറ്റ ഭാര്യ രജനിയും ഇളയ മകനും പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടത്തിൽ രജനിക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. തീ കൊളുത്തിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടി. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി 1-ാം പ്രതി പൾസർ സുനി. നടിയെ ആക്രമിച്ച് ദൃശ്യം പകർത്തിയെന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും ഫോൺ കണ്ടെത്താതെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ലെന്നുമാണ് വാദം. കേസിൽ 20 വർഷം കഠിന തടവിനാണ് പൾസർ സുനിയെ ശിക്ഷിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ 1-ാം പ്രതി പൾസർ സുനിക്ക് 20 വർഷം കഠിന തടവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പൾസർ സുനി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. ദൃശ്യം ചിത്രീകരിച്ചു എന്ന് പറയപ്പെടുന്ന മൊബൈൽ ഫോൺ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് അപ്പീലിലെ പ്രധാനപ്പെട്ട വാദം. ഫോൺ കണ്ടെത്താത്തതിൽ ദൃശ്യങ്ങൾ പകർത്തിയെന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല. മെമ്മറി കാർഡ് കണ്ടെടുത്തത് നിയമപരമായുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ്. കൃത്യത്തിന് ഉപയോഗിച്ചു എന്ന് പറയുന്ന സിം കാർഡ് മറ്റൊരു വ്യക്തിയുടെ പേരിലുള്ളതാണ്. ഇയാളെ പ്രതിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. DNA പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചതിലടക്കം കാലതാമസമുണ്ടായി. തെളിവുകളിൽ കൃത്രിമത്വം നടത്താൻ സാധ്യതയുണ്ടെന്ന വാദം വിചാരണ കോടതി മുഖവുരയ്ക്കെടുത്തിട്ടില്ല എന്നും സുനി ഉന്നയിക്കുന്ന വാദത്തിൽ പറയുന്നുണ്ട്. നേരത്തെ കേസിലെ 3 പ്രതികളുടെ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ നൽകിയിരുന്നു. നിലവിൽ 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 5-ാം പ്രതി വടിവാൾ സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി പരിഗണനയിലാണ്. 2017 ഫെബ്രുവരി 17-നാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. കേസിൽ 8-ാം പ്രതിയായ ദിലീപ് അടക്കം 4 പേരെ വെറുതെ വിട്ടിരുന്നു. തൃശൂർ മുള്ളൂർക്കരയിൽ അവശനിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയ 3 സഹോദരിമാരിൽ ഒരാൾ മരിച്ചു. ആത്മഹത്യാ ശ്രമം എന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെയാണ് സംഭവം. മുള്ളൂർക്കര ആറ്റൂർ മണ്ഡലംകുന്നിലാണ് വയോധികരായ 3 സഹോദരിമാരെ അവശനിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഒരാൾ മരിച്ചു. മണ്ഡലംകുന്ന് സ്വദേശിനിയും 75-കാരിയുമായ സരോജിനിയാണ് മരിച്ചത്. 83ഉം 80ഉം വയസ്സുള്ള 2 പേർ ചികിത്സയിലാണ്. രാവിലെയായിട്ടും വീടിന്റെ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് 3 പേരെയും അവശനിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യാ ശ്രമമെന്നാണ് നിഗമനം. 3 വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും സരോജിനിയുടെ മരണം സ്ഥിരീകരിച്ചു. മറ്റ് 2 പേരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. മരണകാരണം സംബന്ധിച്ച് അന്വേഷണം തുടരുന്നതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 തൃശൂർ. ബജറ്റിൽ ഇത്തവണയും കയർ മേഖലയെ സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിലും തകർച്ചയിലായ പരമ്പരാഗത കയർ വ്യവസായത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പ്രഖ്യാപനങ്ങൾക്ക് കഴിയുന്നുണ്ടോ? പ്രത്യക്ഷമായും പരോക്ഷമായും 3 ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കയർ മേഖലയിൽ ഇന്ന് എന്താണ് സംഭവിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ന്യൂ മോഡൽ സൊസൈറ്റി പോലും പൂട്ടലിന്റെ വക്കിലാണ്. ഈ 5 വർഷക്കാലം ഏറ്റവും വലിയ ദുരിതകാലമെന്നാണ് തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ബജറ്റിന്റെ തൊട്ടടുത്ത നാൾ സമരത്തിലേക്ക് നീങ്ങുകയാണ് CITU ഒഴികെയുള്ള തൊഴിലാളി സംഘടന. ബജറ്റിൽ ആകർഷകമായ പ്രഖ്യാപനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. എന്നാൽ ആലപ്പുഴയിലെ പരമ്പരാഗത വ്യവസായമായ കയർ തൊഴിലാളികൾ സമരത്തിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ കയറുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന ന്യൂ മോഡൽ സൊസൈറ്റിയാണ്. TV തോമസിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി 100 കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്തിരുന്ന ഒരു ഇടമാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് കയർ മേഖല നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമ്മളോടൊപ്പം ഉള്ളത് കയർ തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്യനേശനാണ്. നിലവിൽ എന്താണ് അവസ്ഥ? കയർ ഫാക്ടറി മേഖലയിലും കയർ പിരി മേഖലയിലും തൊഴിലാളികൾ വളരെ ദുരിതത്തിലാണ്.
ഗവൺമെൻറ് ചില പ്രഖ്യാപനങ്ങളും ചില കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും തൊഴിലാളികളുടെ കഞ്ഞിക്കലത്തിലെത്തിയിട്ടില്ല. ഇപ്പോൾ ചില പ്രഖ്യാപനങ്ങളുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റ് ഞാൻ കാണുകയുണ്ടായി. ജനറലായിട്ട് 107 കോടിയിൽ നിന്നും 110 വർദ്ധിച്ചപ്പോൾ കേവലം 3 കോടി രൂപ എന്ന് വെച്ചാൽ ആനയ്ക്ക് അനാസ്യം മേടിക്കുന്ന പണം മാത്രമേ ഉള്ളൂ. ഭയങ്കര കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പണിയില്ല. ഒരാഴ്ച 3-4 ദിവസം പണിയുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ 10-16 ദിവസം ചിലപ്പോൾ ഒരു മാസത്തിന് മേളിലൊക്കെ വീട്ടിലിരിക്കുക. കയറ് കിട്ടുന്നില്ല. ഇല്ല. ഇത്രയും മോശം സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇല്ല. ഇപ്പൊ ഞങ്ങൾക്ക് കുറെ കാലമായിട്ട് ഇപ്പൊ കയറ് കിട്ടുന്നേ ഇല്ല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിൽ ഞങ്ങൾ എല്ലാവരും ജീവിക്കുന്നത്. ഇപ്പൊ ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം പ്രായമാകുമെന്നൊന്നും അറിയാൻ മേല. കഴിഞ്ഞ ബഡ്ജറ്റിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടായി? മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നില്ല. അതിൽ നിന്ന് മോശമാവുകയാണ് സാഹചര്യം. മോശമാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ നന്നായിട്ടില്ല. എന്നാൽ കയർവാക്കി തൊഴിലാളികളാണ് ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ അഭിനയിക്കുകയും പാർട്ടികളിലൊക്കെ കൂടി നിൽക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾക്ക് ഇപ്പോൾ ഒരു രക്ഷയില്ല. തൊഴിലാളികളെ മറന്നതായി തോന്നുന്നുണ്ട്. ഇനി ഒരു വിധത്തിൽ പറയുന്നത് മറന്നതായിട്ടാണ് തോന്നുന്നത്. അത് അതിൻ്റെതായിട്ടുള്ളൊരു ഭാഗമുണ്ട്. ഇപ്പം നമ്മുടെ ഈ രണ്ടാം സർക്കാർ വന്നു കഴിഞ്ഞപ്പം കയറിൻ്റെ തൊഴിൽ മേഖല ഭയങ്കരമായിട്ട് പുറകോട്ടുണ്ട്. ഈ കയറിൽ ഇച്ചിരി മെച്ചപ്പെട്ടത് നമ്മുടെ സുധാകരൻ സാർ ഇരിക്കുമ്പോഴാണ്, കയർ മന്ത്രിയായിട്ട് ഇരിക്കുമ്പോഴാണ് ഇച്ചിരി മെച്ചപ്പെട്ടത്. എന്നാണ് ഈ വിരമിക്കുന്ന തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റത്തില്ല, കമ്പനി സൊസൈറ്റി കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ സാമ്പത്തികശേഷിയില്ല. അത് സർക്കാരാണ് കത്തിനേഷൻ ബന്ധപ്പെട്ട് സുധാകരൻ സാറിന് സംസാരിച്ച് അതൊക്കെ സാറിനെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഈ പെൻഷൻ കൊടുത്ത് ഗ്രാറ്റുവിറ്റി കൊടുത്തത്. അത് കഴിഞ്ഞ് തുടർച്ച ഐസക് സാർ വന്നു കഴിഞ്ഞപ്പോഴും തുടർന്ന് അങ്ങനെ തന്നെ കൊണ്ടുപോയത്. കയറിൻ്റെയും ധനവകുപ്പും ഐസക് സാറായിരുന്നു. അത് കാരണം തൊഴിലാളിക്ക് ഈ റിട്ടയർമെൻറ്റ് വേതനം കൊടുത്തായിരുന്നു. ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ കയറേണ്ടത് രാജീവ് അതേക്കുറിച്ച് ഒന്നും തന്നെ പഠിക്കുന്നില്ല. വലിയ ഫാക്ടറിയെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. പരമ്പരാഗത വ്യവസായം എന്ന് പറയുന്ന കയറ്, കൈത്തറി, കശുവണ്ടി, മത്സ്യം അതുപോലുള്ള ആധുനിക പരമ്പരാഗത വ്യവസായത്തെക്കുറിച്ച് യാതൊരുവിധ പഠനവും നടത്തി അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനവും നടത്തുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം തന്നെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ പറഞ്ഞ പരമ്പരാഗത വ്യവസായത്തിലെ അതിലെ തൊഴിലാളികളും അതിൻ്റെ അനുബന്ധ പ്രവർത്തകരുമൊക്കെയാണ് ഈ ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം അവരെ ആ പരമ്പരാഗത വ്യവസായത്തിലുള്ള മുഴുവൻ തൊഴിലാളികളെയും നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ അടിയന്തരമായി ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കണം എന്നാണ്, അതിനുള്ള പ്രവർത്തനം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇടതുപക്ഷം വീണ്ടും വരും, അതിന് തർക്കമൊന്നുമില്ല, വീണ്ടും നമ്മൾ തന്നെ ഭരിക്കും. പക്ഷേ അത് ഈ പോരായ്മകളുടെ പരിഹരിച്ചാൽ ഏറ്റവും സംതൃപ്തരായിരിക്കും. കാരണം ഐസക് സാറ്, സുധാകരൻ സാറിൻ്റെയൊക്കെ പേര് ജനം ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കയർ തൊഴിലാളിയെയും കശുവണ്ടി തൊഴിലാളിയെയും കൈത്തറി തൊഴിലാളിയൊക്കെ കാര്യമായി സംരക്ഷിച്ചതാണ് അവർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ സമരം നടന്ന ഇടമാണ് ആലപ്പുഴ. ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ നടത്തിയ മുന്നേറ്റമാണ് പിന്നീട് EMS സർക്കാർ അടക്കമുള്ള ഇടതുപക്ഷ സർക്കാരിലേക്ക് വഴിതെളിച്ചതും. ഇപ്പോൾ ആ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്നത് ആലപ്പുഴയിലെ കയർ തൊഴിലാളികളാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സംസ്ഥാന ബജറ്റ് പ്രകടന പത്രിക മാത്രമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. പ്രഖ്യാപനം കൊണ്ട് മാത്രം ശമ്പള പരിഷ്കരണം നടക്കുമോ? RRTS ഒരു തമാശയല്ലേ എന്നും വികസനം വേണ്ടത് ചർച്ചകൾ നടത്തിയാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതെന്താണ് വ്യക്തമല്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മാനിഫെസ്റ്റോ ഇന്നലെ വരെ പുറത്തിറക്കി. ഈ മാനിഫെസ്റ്റോക്കപ്പുറത്ത് അതിന് ഒരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതായിട്ടില്ല. 5 കൊല്ലം മുമ്പ് അവർ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞ 2500 രൂപ പെൻഷൻ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ 5 കൊല്ലം അവർ ഭരിച്ചിട്ടും ഇന്നലെ പറയുമ്പോൾ എന്താണ് 2000 രൂപ. അപ്പൊ 5 വർഷം മുമ്പ് പറഞ്ഞ മാനിഫെസ്റ്റോ പോലും നടപ്പിലാക്കാത്തവര് ഇപ്പൊ ഈ ബഡ്ജറ്റിലൂടെ ഒരു മാനിഫെസ്റ്റോ കൂടി പുറത്തിറക്കി. അതിനപ്പുറം പ്രാധാന്യം എന്താ ഉള്ളത്? ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നുള്ള ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സർക്കാർ അതിന്റെ ഫോർമാലിറ്റീസ് എങ്കിലും തീർത്തിട്ട് വേണമായിരുന്നു പ്രഖ്യാപിക്കാൻ. ഇതൊരു പ്രഖ്യാപനം കൊണ്ട് മാത്രം ശമ്പള പരിഷ്കരണം നടക്കുമോ? അടുത്ത സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലെ ഒരു ടിക്കറ്റ് എടുത്താൽ ജനം അത് കേട്ടിട്ട് ഇവർക്ക് ലോട്ടറി എടുക്കാൻ അനുവദിക്കുന്നു വിചാരിക്കും. തെറ്റല്ലേ? അതുകൊണ്ട് അതിനകത്തൊന്നും കാര്യമില്ല. ഇത് വെറും പൊള്ളയായിട്ടുള്ള ബജറ്റായിരുന്നു. അവർക്ക് പറയാനുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വീണ്ടും കബളിപ്പിക്കാനുള്ള ഒരു മാനിഫെസ്റ്റോ റിലീസ് ചെയ്തു അപ്പുറം ഒന്നുമില്ല ഇതിനകത്ത്.
നാട്ടിൽ ഇക്കുറി അട്ടിമറി ലക്ഷ്യമിട്ടാണ് BJP 2020 സഖ്യത്തിന്റെ നീക്കം. 2021 തെരഞ്ഞെടുപ്പ് കണക്കുകളാണ് ഇവർക്ക് പ്രതീക്ഷ നൽകുന്നതെങ്കിലും 2020 പരമ്പരാഗത വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്നതാണ് വെല്ലുവിളി. പുതിയ സഖ്യമുണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ LDFും UDFും ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. കുന്നത്തുനാടടക്കം മേഖലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ അട്ടിമറി ഉണ്ടാകുമെന്നാണ് സാബു ജേക്കബിന്റെ അവകാശവാദം. 2020 NDA അലയൻസ് എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വരാൻ പോകുന്ന മാറ്റം എന്തൊക്കെയാണ്? ഒരു വലിയ മാറ്റം തന്നെ ഈ എറണാകുളം ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിലാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തന്നെ. നമസ്കാരം സർ. നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം 4 മണ്ഡലങ്ങളുണ്ട് എറണാകുളം ജില്ലയിൽ 2020 കടുത്ത സ്വാധീനമുള്ള. ഈ 4 മണ്ഡലങ്ങളിലും NDA കൂടി അലയൻസ് വരുന്ന ഒരു സാഹചര്യത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ എങ്ങനെയായിരിക്കും കാണുക? ആദ്യമായിട്ട് ഈ 4 മണ്ഡലം എന്ന് പറയുന്നത് തെറ്റാ. ഞങ്ങൾക്ക് 6 മണ്ഡലങ്ങളിൽ, ഞങ്ങൾ കഴിഞ്ഞ തവണ 8 മണ്ഡലങ്ങളാണ് മത്സരിച്ചത്. അതിൽ 6 മണ്ഡലങ്ങൾ ഞങ്ങൾക്ക് മുൻഗായ്മയുണ്ടത്. അപ്പോൾ ഈ തവണ നമ്മൾ ഈ എറണാകുളം ജില്ല മാത്രമെന്നുള്ളതല്ല. ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ 1 1 2 എന്നാണ് നമ്മൾ കൂട്ടുന്നത്. ഇവിടെ ഈ 2020യും NDAയും തമ്മിൽ 1 1 2 അത് 10 15 ആവാം എന്നുള്ളതാണ്. ഇതൊരു വിശ്വാസമാണത്. ഞങ്ങൾക്ക് പലപ്പോഴും 2020ക്ക് ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് അംഗങ്ങൾ, അല്ലെങ്കിൽ 2020 ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവസാന നിമിഷം വരുമ്പോൾ ഒരു സൈക്കോളജി വർക്ക് ചെയ്യാണത്. ഈ ഒരു പാർട്ടി മാത്രം നിന്നാൽ വിജയിക്കുമോ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാൻ സാധിക്കും? അപ്പോൾ ആളുകൾ ജയിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇടതിനോ വലതിനോ വോട്ട് ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരാവുകയാണത്. അപ്പോൾ ഇവിടെ ആ സാഹചര്യം മാറി. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ട് ഞങ്ങളൊരു സഖ്യമുണ്ടാക്കിയപ്പോൾ അവരുടെ കോൺഫിഡൻസ് 10 മടങ്ങായിട്ട് വർദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 1 1 2 എന്നുള്ള സ്ഥാനത്ത് 10 15 20 മാറും. ന്യൂനപക്ഷ വോട്ടുകൾ മാറാനുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അതായത് NDA അലയൻസ് വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിം വോട്ടുകൾ കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കുറയും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ടല്ലോ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ എല്ലാം ഈ രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് പോകണം, മതത്തിൻ്റെ വഴിക്ക് പോകണം. ഈ വോട്ട് ന്യൂനപക്ഷങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ വർഗീയപരമായിട്ട് തിരിക്കുന്നതിനോട് ഞങ്ങളെതിരാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന 2020 NDA സഖ്യം വന്നതുകൊണ്ട് ഇന്ന് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്ന് 100% ഉറപ്പുണ്ടത്. അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടോ ഞങ്ങൾ എടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാം. നേരത്തെ പഞ്ചായത്തുകളിൽ ഫണ്ടുകൾ നീക്കിയിരിപ്പ് വന്നതും അത് അവിടുത്തെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ അതായത് എങ്ങനെയാണ് ഒരു പഞ്ചായത്തിന്റെ തദ്ദേശീയമായ ഭരണം നടത്തേണ്ടതെന്ന് കാണിച്ചു കൊടുത്ത ഒരു പാർട്ടി കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും അല്ലെങ്കിൽ നിയമസഭയിൽ എത്തിയാലും അത്തരമൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഇന്ന് ഇന്ത്യയെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സർക്കാരാണ് മോഡി സർക്കാർ. വികസനമാണ് അവരുടെ അജണ്ട, ജനങ്ങളുടെ ക്ഷേമമാണ് അവരുടെ അജണ്ട. ഇതേ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് 2020. അപ്പോൾ രണ്ടുപേരും ആശയപരമായിട്ട് വികസനം ഊന്നിക്കൊണ്ടുള്ള ഒരു അജണ്ടയാണത്. അപ്പം ഞങ്ങളുടെ ആ അനുഭവവും ഞങ്ങളുടെ ആ ലക്ഷ്യവും ഞങ്ങളുടെ ആശയവും BJP പോലെയുള്ള ഒരു പാർട്ടിയുമായിട്ട് സംയോജിക്കുമ്പോൾ അത് വലിയൊരു റിസൾട്ടായിരിക്കും വരുന്നത്. എറണാകുളത്തിന്റെ ചിത്രം തന്നെ മാറി മറിയും എന്നുള്ള വിലയിരുത്തലുകളാണ്. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് NDA 2020 സഖ്യകക്ഷി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂരിൽ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ട് കോൺഗ്രസിലെ പ്രമുഖർ KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ആലിപ്പറ്റ ജമീല, AM രോഹിത് ഉൾപ്പെടെ 5 പേരുടെ പട്ടികയാണ് ജില്ലാ നേതൃത്വം KPCCക്ക് നൽകിയത്. പട്ടികയിൽ പേരില്ലെങ്കിലും PT അജയ് മോഹൻ, സിദ്ദിഖ് പന്താവൂർ, സന്ദീപ് വാര്യർ തുടങ്ങിയവരും തവനൂർ സീറ്റിനായി രംഗത്തുണ്ട്. തവനൂർ സീറ്റിനായി കോൺഗ്രസിലെ വലിയ ഒരു വിഭാഗം നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ രംഗത്തുള്ളത്. നേരത്തെ തന്നെ തവനൂർ സീറ്റിൽ വലിയ പ്രതീക്ഷ ഇത്തവണ UDF വെച്ചു പുലർത്തുന്ന, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി വന്ന സാഹചര്യത്തിൽ KT ജലീൽ മത്സരിക്കുന്നില്ല എന്ന തരത്തിലുള്ളൊരു വിവരം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ അവിടെ വിജയിച്ച് കയറാമെന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് UDFിലെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളൊക്കെ
ഈ ഒരു സീറ്റിനായി രംഗത്ത് വന്നിരിക്കുന്നത്. ജില്ലാ നേതൃത്വം, DCC നേതൃത്വം, സംസ്ഥാന നേതൃത്വം നൽകിയ പട്ടികയിൽ 5 പേരുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് വി ബാബുരാജ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ആലിപ്പറ്റ ജമീല, അഡ്വക്കേറ്റ് KA പത്മകുമാർ, സുരേഷ് പുൽപ്പാക്കര, AM രോഹിത് കഴിഞ്ഞ തവണ പൊന്നാനിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി കൂടിയാണ് കോൺഗ്രസിൻ്റെ. അങ്ങനെ 5 പേരുകളാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് പുറമെ പൊന്നാനിയിൽ സാധ്യത കൽപ്പിക്കുന്ന അല്ലെങ്കിൽ പൊന്നാനി മത്സരിക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം ചെലുത്തുന്ന PT അജയ് മോഹനും തവനൂരിന് വേണ്ടി രംഗത്തുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൊന്നാനിയിൽ ഒരുപക്ഷെ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ തവനൂരിൽ തനിക്ക് സീറ്റ് നൽകണമെന്ന സമ്മർദ്ദമാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് മുമ്പാകെ വെച്ചിരിക്കുന്നത്. അങ്ങനെ PT അജയ് മോഹനും തവനൂർ സീറ്റിനായി രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ സിദ്ദിഖ് പന്താവൂർ, അദ്ദേഹവും തവനൂർ മണ്ഡല സ്വദേശിയാണ്, യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹവും ഈ ഒരു സീറ്റിനായി രംഗത്തുണ്ട്. ഇവരുടെ പേര് ജില്ലാ നേതൃത്വം നൽകിയ പട്ടികയിൽ തവനൂരിലല്ല എന്നുണ്ടെങ്കിലും തവനൂർ സീറ്റിനായിട്ട് ഇവരും രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെയാണ് സന്ദീപ് വാര്യരുടെ പേരും തവനൂരിലേക്ക് വന്നിരിക്കുന്നത്. ജില്ലാ നേതൃത്വം സന്ദീപ് വാര്യരുടെ പേര് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ തവനൂരിനായിട്ട് സന്ദീപ് വാര്യർ രംഗത്തെത്തുന്നതോടെ കോൺഗ്രസിൽ തവനൂർ സീറ്റിന് വേണ്ടിയുള്ള ആ തർക്കം അല്ലെങ്കിൽ പോര് അത് മുറുകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളതിൽ. വിജയസാധ്യത മാത്രമാണ് പ്രധാനമായിട്ടുള്ള മാനദണ്ഡമെന്ന് സംസ്ഥാന നേതൃത്വം നിലപാട് സ്വീകരിച്ചാൽ ഇതിൽ ആര് മത്സരിക്കുമെന്നുള്ള കാര്യത്തിലാണ് പ്രധാനമായിട്ടും ഈ ഉത്തരം കണ്ടെത്തേണ്ടത്. ആലിപ്പറ്റ ജമീല വനിതയാണ്, മാത്രമല്ല അവർ നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അവർക്ക് പുറമെയുള്ള പേരുകളിൽ വി ബാബുരാജിൻ്റെയും M രോഹിതിൻ്റെയും ഒക്കെ പേരുകൾ വലിയ സമ്മർദ്ദത്തിന് നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നു എന്നതാണ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്താണെങ്കിലും തവനൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ തവണ കൈപ്പത്തി ചിഹ്നത്തിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ മത്സരിപ്പിച്ച് വളരെ ഒരു പോരാട്ടം നടത്താൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വം നിൽക്കുമ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ്. ഇത് കോൺഗ്രസിന് മുമ്പിൽ ഒരു തലവേദനയായിട്ട് തവനൂർ മാറുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. തവനൂരിൽ നിന്നും CB അനുമോദ്, ന്യൂസ് 18. LDFന് തുടർഭരണം കിട്ടും എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം താൻ വായിച്ചിട്ടില്ല, അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഈ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിനകത്ത് TI മധുസൂദൻ MLAക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ്. എനിക്കറിയില്ല, അത്തരത്തിൽ ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, അറിയാൻ പാടില്ല. കോഴിക്കോട് തിരുവമ്പാടിയിൽ K മുരളീധരനായി പോസ്റ്റർ. K മുരളീധരന് മലയോര മണ്ണിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് പോസ്റ്റർ. തിരുവമ്പാടി തിരിച്ചുപിടിക്കാൻ മതേതരത്വത്തിന്റെ കാവലാൾ വേണമെന്നാണ് പോസ്റ്ററിലെ ആവശ്യം. പുതുമുഖങ്ങൾ, യുവാക്കൾ, വനിതകൾ എന്നിവർക്ക് പരിഗണന നൽകണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് പ്രായോഗികമല്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. 3 സീറ്റിൽ മത്സരിക്കുന്ന NCP കേരള ഘടകത്തിന് യുവാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ട പരിഗണന നൽകാൻ കഴിയില്ല. ഈ പരിമിതിയുണ്ട്. ജയസാധ്യതയാണ് LDFന്റെ പ്രധാന പരിഗണനയെന്നും മന്ത്രി. ഞങ്ങളെപ്പോലത്തെ ഒരു പാർട്ടി 3 സീറ്റിലും 2 സീറ്റിലും മത്സരിക്കുന്ന പാർട്ടിക്ക് വനിതകൾ, യുവാക്കൾ, കർഷകർ, തൊഴിലാളികൾ എന്നീ ഘടകങ്ങൾക്ക് എല്ലാം അവസരം നൽകണമെന്ന് തീരുമാനിച്ചാൽ അത് പ്രായോഗികമാണ്, നല്ലതാണ്. പക്ഷേ പ്രായോഗികമായി നടപ്പിലാക്കാൻ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. വരണമെന്നാഗ്രഹമുണ്ട്. പക്ഷേ 3 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി ട്രേഡ് യൂണിയൻ വിഭാഗത്തെ തൊട്ട് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും അവർക്ക് 10, 50, 40 സീറ്റിൽ മത്സരിക്കുന്നവരാണ്. എല്ലാ ഘടകങ്ങളെയും സാറ്റിസ്ഫൈ ചെയ്യാൻ അവർക്ക് സാധിക്കും. യുവാക്കൾ, വനിതകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, അല്ലാതെ തെറ്റെന്നല്ല. ആ ആഗ്രഹം ഉണ്ടാകുന്നതും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുന്നതും ന്യായമായ ആവശ്യമാണ്, ന്യായമായി പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണ്. പക്ഷേ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പരിമിതികളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങളുടെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യം മുന്നേറുന്ന രാഷ്ട്രീയത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന നിലപാടാണ് കേരള ഘടകം സ്വീകരിക്കുക. ഇക്കാലം അത്രയും അങ്ങനെയാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ വരും നാളുകളിലും കേരളത്തിലെ NCP അതിന്റെ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. കേരളത്തിലെ NCP ഇന്ത്യയിലെ ഒരു ഘടകകക്ഷിയായിട്ട് സഹകരിച്ചിട്ട് ആയി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്കതുമായി സഹകരിക്കാൻ സാധിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കം തുടങ്ങിയതോടെ കാസർഗോഡ് ഇനി ജാഥകളുടെ വസന്തകാലമായിരിക്കും. ഫെബ്രുവരി 1-ന് CPMന്റെ വികസന മുന്നേറ്റ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങും. ഫെബ്രുവരി 6-ന് കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യം ഉയർത്തി VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര കുമ്പളയിൽ നിന്ന് തുടങ്ങും. BJPയുടേതുൾപ്പെടെ 1 ഡസനോളം ജാഥകളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് തുടക്കം കുറിക്കുന്നത്.
ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.